ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെ സന്നിധിയിൽ ഹൃദയം തുറക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് കരുതുന്നുണ്ട്. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അവിടുന്ന് നിങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിച്ചു. അവിടുന്ന് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് സൂക്ഷിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവ് അറിയുന്നു. നിങ്ങളെ അലട്ടുന്ന നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, സാമ്പത്തിക പരിമിതികൾ, മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾ, മക്കളെക്കുറിച്ചുള്ള ആവലാതികൾ, മക്കളുടെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ, ഉയർന്ന പഠനത്തിലേക്കുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ, എല്ലാം നിങ്ങളെ അലട്ടുന്ന രോഗപീഠകൾ എല്ലാം ഈ പ്രഭാതത്തിൽ നിങ്ങളെ വിളിച്ച കർത്താവ് അറിയുന്നു. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി നമ്മെ പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു സമൂഹമാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ ഓരോ പ്രയത്നവും അധ്വാനവും കർത്താവ് മാനിക്കുന്നു. നിങ്ങളുടെ അധ്വാന ഫലം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ സുരക്ഷിത കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വസ്തുവകകൾക്കും എൻ്റെ സമ്പത്തിനും മേൽ നിൻ്റെ ആധിപത്യമുണ്ടാകണമേ. നിൻ്റെ കരുതലും കാവലും ഉണ്ടാകണമേ. ഞങ്ങൾക്ക് നീ തന്ന ജീവിതം, ജീവൻ, ഞങ്ങൾക്ക് നീ തന്ന കുടുംബം, ഞങ്ങൾക്ക് നീ തന്ന ജോലി, വരുമാന മാർഗം, സമ്പത്ത്, ഇവയെല്ലാം നീ സൂക്ഷിക്കണമേ. ഞങ്ങൾക്ക് നീ തന്ന ആരോഗ്യത്തെ കാത്തു സംരക്ഷിക്കണമേ. നമുക്കിന്ന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ, പ്രത്യേകമായി യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ, ഓടിക്കുന്ന വ്യക്തികളെ, കൂടെ യാത്ര ചെയ്യുന്നവരെ, ഇന്ന് യാത്ര ചെയ്യുന്ന മറ്റു വാഹനങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സംരക്ഷണത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. തിരികെ വീട്ടിൽ യാതൊരു അപകടവും കൂടാതെ സുരക്ഷിതമായി തിരികെ വരാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിനെ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 17, 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു. എൻ്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്കുത്തരമരുളും. അങ്ങ് ചെവി ചായിച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. തൻ്റെ വലത്ത് കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതം കാണാൻ ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നോളം അങ്ങയുടെ കാവലും പരിപാലനയും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടായിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ആശ്രയിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ ഓരോ ദിനവും രാവും കാത്തുകൊള്ളുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ അധ്വാനത്തെ, സമ്പത്തിനെ, വസ്തുവകകളെ, കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ഇടപാടുകളെ നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ യാത്രയെ നീ സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അധ്വാന ഫലത്തെ നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ സമ്പത്തിനെ നീ സംരക്ഷിക്കണമേ. നീ ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവനെ നീ സംരക്ഷിക്കണമേ. നീ ദാനമായി നൽകിയ ഞങ്ങൾക്കുള്ള സകലതിനെയും
നീ സംരക്ഷിക്കണമേ. കർത്താവേ, ദുഷ്ടൻ അത് നശിപ്പിക്കാൻ, അത് കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ ശക്തമായ കരം നിന്റെ മക്കൾക്കു വേണ്ടി പൊരുതണമേ. നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. നിന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും നീ ലജ്ജിപ്പിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ സമ്പത്ത് കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരിൽ നിന്നും ഞങ്ങളുടെ സമ്പത്തിനെ നീ പരിരക്ഷിക്കണമേ. കർത്താവെ, ആരൊക്കെ ഞങ്ങളിൽ നിന്ന് പണം തട്ടിയെടുത്താലും നിനക്ക് അതിൻ്റെ ഇരട്ടിയായി ഞങ്ങളെ അനുഗ്രഹിക്കാൻ സാധിക്കും. അതിനാൽ ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളായി ഞങ്ങൾ പരിഗണിക്കുന്നില്ല. എന്തെന്നാൽ ദൈവത്തിൻ്റെ കരം എത്രയോ അധികമായി ഞങ്ങൾക്ക് നൽകാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടമായതിൻ്റെ കോടി മടങ്ങ് നീ ഞങ്ങൾക്ക് തരാൻ സാധിക്കും. അതിനാൽ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കാതെ എൻ്റെ കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന നന്മകളെ, സമ്പത്തിനെ, അഭിവൃദ്ധിയെ, ഐശ്വര്യത്തെ, ആരോഗ്യത്തെ, അനുഗ്രഹങ്ങളെ കണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷ കർത്താവെ അങ്ങയിലാണ്. അതിനാൽ ഇന്നുവരെ വന്ന നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ എൻ്റെ കർത്താവ് തരാൻ പോകുന്ന ലാഭത്തെ ഓർത്ത് നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, ചില ബിസിനസ്സുകാർക്ക് പ്രത്യേകമായ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവർ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സുകൾ കർത്താവെ, അത് തകർന്നു പോകാതെ നീ അതിന് ഉയർച്ച നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഓരോ ശുശ്രൂഷയിലൂടെയും ഞങ്ങളുടെ ആത്മീയവും ബിസിനസ് പരവുമായ കൗൺസിലിങ്ങിലൂടെ മറ്റ് സഹായങ്ങളിലൂടെ അനേക ജനങ്ങൾ അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുന്നു. അവർ നിന്നിലേക്ക് തിരികെ വരുന്നു. കർത്താവെ, അതിനായി ഞങ്ങളെ നീ തിരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദാനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ ദൈവിക ദാനങ്ങളെ അത് ആവശ്യമായ എല്ലാവർക്കും ഉപയോഗപ്രദമാക്കുവാൻ, അവരുടെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമാകാൻ നീ ഞങ്ങൾക്ക് നൽകിയ കഴിവുകളെ, ശുശ്രൂഷ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് കർത്താവെ, ആത്മീയവും ബിസിനസ് പരവുമായ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് കർത്താവെ, നീ ഇരട്ടി അഭിഷേകവും ഇരട്ടി അനുഗ്രഹവും സമ്പത്തും ആരോഗ്യവും ആത്മീയ ഉണർവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. നിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് നിൻ്റെ അനുഗ്രഹം നീ ധാരാളമായി പങ്കുവെക്കണമേ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ നിന്നിൽ നിന്ന് വരാൻ പോകുന്ന ലാഭങ്ങളെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾക്കുള്ളതെല്ലാം നിൻ്റെ ദാനമാണ്. ഞങ്ങളത് അങ്ങേക്ക് തിരികെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾ തരുന്നതെല്ലാം നീ ഏറ്റെടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നീ തരുന്ന അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും ഉപയോഗിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. നിൻ്റെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്കുണ്ടായി ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നോളമുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഇന്ന് ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തണമേ. നിൻ്റെ ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, കരുണയോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെയെല്ലാം നിന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പ്രത്യേകമായി ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതായ ഈ സമയത്ത് ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിവേകവും വിജ്ഞാനവും നൽകി ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ, നിന്റെ സ്വരം ശ്രവിക്കുവാൻ, മറ്റെല്ലാ സ്വരങ്ങളും മാറ്റി വെച്ച് നിന്റെ സ്വരം ശ്രവിക്കുവാനും ആ സ്വരമനുസരിച്ച് മുന്നോട്ട് പോകാനും, ദൈവമേ, നിന്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിന്റെ ഹിതം സ്വീകരിക്കുവാൻ, അത് പ്രാവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാം സമർപ്പിച്ച്, ഞങ്ങളെ തന്നെ സമർപ്പിച്ച്, അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അത് സ്വീകരിക്കുവാൻ, അത് പ്രാവർത്തികമാക്കാൻ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ഇന്ന് ശരിയായ തീരുമാനങ്ങളെടുത്ത് ശരിയായ ദിശയിൽ യാത്ര ചെയ്യുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ പരിപാലന ഇപ്പോഴും എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.